വീണ്ടും ഒരു പച്ച കള്ളം കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ദുരിതാശ്വാസ നിധിക്കെതിരെ സ്ഥാപിച്ചെടുക്കുകയാണ്. കേരളത്തിലെ ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളും സംഘികളും വാനര നിരീക്ഷകന്മാരും ചില വിവരാവകാശ പ്രവർത്തകരെന്ന പേരിൽ നടക്കുന്ന കോൺഗ്രസ് സംഘി ടീമുകളും ചേർന്ന് വയനാടിലെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു വ്യാജ പ്രചരണമങ്ങ് അഴിച്ചുവിടുകയായിരുന്നു. സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടം, ആ മെമ്മോറാണ്ടം കോടതിയിലും ഹാജരാക്കിയിരുന്നു. ജെയിംസ് വടക്കൻ എന്ന ഊള വിവരാവകാശ പ്രവർത്തകൻ എന്ന ലേബലിൽ നടക്കുന്ന ഒരു പകുതി കോൺഗ്രസ്സുകാരനും പകുതി ക്രിസംഗിക്കാരനുമായിട്ടുള്ള വ്യക്തി കൊടുത്ത കേസിലാണ് ഇതിനെ സംബന്ധിച്ച് കോടതി സർക്കാർ സമർപ്പിച്ച രേഖകൾ ഇദ്ദേഹത്തിന് കൈമാറിയത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് പച്ച കള്ളങ്ങൾ അങ്ങ് പ്രചരിപ്പിച്ചത്. മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റാണ്. ആ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ചിലവാക്കിയ തുകയല്ല, ചിലവാക്കാൻ സാധ്യതയുള്ള തുക എന്ന നിലയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് ഏകദേശ കണക്കുണ്ടാക്കി അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായത്തിനായിട്ട് സമർപ്പിക്കുന്ന രേഖയാണ്. ആ രേഖയെ മുൻനിർത്തിയാണ് പച്ച നുണയങ്ങ് പ്രചരിപ്പിച്ചത്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപ, ഒന്നിന് 75,000 രൂപ വച്ച്, ഇങ്ങനെയുള്ള ചില വൈകാരിക സാധനങ്ങൾ അടർത്തിയെടുത്ത് ആൾക്കാർക്കിടയിലേക്ക് ദുരിതാശ്വാസ നിധിയെ തകർക്കാൻ വേണ്ടിയുള്ള സകലമാന വിഷക്കുറ്റികൾക്കും കിട്ടിയ അവസരത്തിൽ വ്യാജ പ്രചരണം കൊണ്ടുപിടിച്ച് നടത്തുകയാണ്. ഇവനെ കൊണ്ടൊന്നും ഈ സമൂഹത്തിന് 10 പൈസയുടെ ഗുണമില്ല. പക്ഷേ ഈ സർക്കാർ വിരുദ്ധ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവനൊക്കെ മുൻപന്തിയിലുണ്ടാകും. ഇത് വലിയ തോതിൽ മറുനാടൻ മഞ്ഞമാരും മലയാളി ഓൺലൈൻ മഞ്ഞമാരും ഏഷ്യാനെറ്റ് മഞ്ഞയും അങ്ങനെ പ്രമുഖരായിട്ടുള്ള സകലമാന മാധ്യമങ്ങളും അതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഈ മെമ്മറാണ്ടത്തെ ചെലവായി തന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചതിന് ശേഷം ഒരു ദിവസം വൈകി അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. ദുരന്തം നടന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഇതിന്റെ പകർപ്പ് നൽകിയിരുന്നുവെന്നും മന്ത്രിയുടെ വിശദീകരണം. അതായത് ഈ ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറണ്ടം കേരളത്തിന്റെ ഭാഗത്തു നിന്നും നൽകി. അത് തയ്യാറാക്കിയത് ഓഗസ്റ്റ് മാസം 2ാമത്തെ ആഴ്ചയിലാണ്. അതായത് ഓഗസ്റ്റ് 17 മുൻപായാണ് ഇത് തയ്യാറാക്കിയത്. ആ ഒരു സമയത്ത് തയ്യാറാക്കിയപ്പോൾ ഈ ഇതിന്റെ എല്ലാം തന്നെ ഒരു പ്രതീക്ഷിക്കുന്ന കണക്കുകൾ എന്നുള്ള രീതിക്കാണ് അത് തയ്യാറാക്കിയത്. അത് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. അതായത് കേരളത്തിന് ലഭിക്കേണ്ട വലിയ ഒരു ഈ പുനരധിവാസ പാക്കേജിന് വേണ്ടിയുള്ള അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതേസമയം തന്നെ ഈ ദുരന്തമുണ്ടായ സമയത്ത് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് ഈ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പ്രതീക്ഷിക്കുന്ന ചിലവുകളുടെയും അതുപോലെ തന്നെ മറ്റ് ലഭിക്കേണ്ട തുകകളുടെയും എല്ലാം തന്നെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകിയതും അതേ മെമ്മോറാണ്ടം തന്നെ ഹൈക്കോടതിയിൽ നൽകുകയുണ്ടായി. അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര പേർ കേൾക്കും? കഴിഞ്ഞ 2-3 ദിവസമായി നടത്തിയ പ്രചരണത്തിലൂടെ ആൾക്കാരിലേക്ക് എത്തിയ ഒരു തെറ്റിദ്ധാരണ, ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ അതിന് കൂടുതൽ പ്രചരണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വ്യാജ ഡോക്യുമെൻ്റായി ഇത് മാറുകയാണ്. ആ മെമ്മോറാണ്ടത്തിൽ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് അവസാനത്തെ ചിലവല്ല. അതിൽ തന്നെ ചില കാര്യങ്ങൾ പ്രീഫിക്സ്ഡ് മാക്സിമം തുകയുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു വീട് തകർന്നാൽ SDRF പരമാവധി തുക 1,10,000 രൂപയാണ്. അതുകൊണ്ടാണ് എസ്റ്റിമേറ്റ് കണക്കിൽ വീട് തകർന്നതിന് ആ തുക വയ്ക്കുകയും എന്നാൽ സ്റ്റാൻഡേർഡ് അല്ലാത്ത ചിലവുകൾക്ക് പരമാവധി തുക വയ്ക്കുകയും ചെയ്തത്. വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നൽകേണ്ടി വന്ന കണക്കാണിത്. ഓരോ കാര്യങ്ങൾക്കും ഇനം തിരിച്ച് ചിലവായ തുകയൊക്കെ റെക്കോർഡ് ചെയ്ത് അക്കൗണ്ട് ചെയ്ത് CAG ഓഡിറ്റ് ചെയ്ത് ഇതിന് പിന്നാലെയാണ് പുറത്തു വരാറുള്ളത്. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കെയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളെന്ന് പറയുന്ന പരാന്നഭോജികളെ തോൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഒരു വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത്. CMDRFനെ സംബന്ധിച്ച് സംഘപരിവാറുകാർ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിയോഗിച്ചിരിക്കുന്ന ചില കപട സംഘി മാധ്യമപ്രവർത്തകരുണ്ട്. അവരിലൂടെ ഇത് പുറത്തേക്ക് പച്ചക്കള്ളമായി വരുമ്പോൾ ഈ നാട്ടിൽ ഒരു സംവിധാനം ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ചെയ്തു എന്ന രീതിയിലുള്ള പച്ചക്കള്ളമാണ് പ്രചരിപ്പിച്ചതും. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും റവന്യൂ മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിച്ച ശേഷം ഒരു വാചകം പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പരിപൂർണമായ കണക്ക് പുറത്തു വന്നതിന് ശേഷം അത് നിങ്ങൾക്ക് തരാം, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോഴും ഈ കൊടുത്ത വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് പറയാൻ ഇവർ തയ്യാറാകത്തില്ല.
സമൂഹത്തിൽ വായും നോക്കി നടക്കുന്ന ചില ജെയിംസ് വടക്കന്മാരെ പോലുള്ള നാറികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ക്രിസംഖികളുടെയും ഒപ്പം കോൺഗ്രസിൻ്റെയും കൊട്ടേഷൻ എടുത്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അല്പം സാമാന്യ യുക്തി മതി. ആ ഒരു സാധനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സംവിധാനം മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തെയാണ് അത് ഉള്ളത് എന്ന രീതിയിൽ ഈ കൊണ്ടുപിടിച്ച പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത.